കാര്യം സജസ്റ്റ് ചെയ്യാനും അതുപോലെ മറ്റൊരാളുടെ സജഷൻ നിർദ്ദേശം എന്താണ് എന്ന് അറിയുന്നതിനും വേണ്ടി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് ഷോൾ ബിയും ലെറ്റ്സും. ആക്ച്വലി ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് മറ്റു പല സ്ട്രക്ചേഴ്സും യൂസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലെ ഈ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അത്ര കോംപ്ലക്സ് ആയ ഗ്രാമർ ഒന്നും തന്നെ ഇല്ല. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. അതുപോലെ ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഫ്രിഡ്ജിൽ ഒന്നും ബാക്കിയില്ല. ഫ്രിഡ്ജിൽ ബാക്കി ഭക്ഷണമില്ല എന്നൊന്നും പറയുന്നില്ല. ഫ്രിഡ്ജിൽ ഒന്നും ബാക്കിയില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്കിവിടെ ലെഫ്റ്റ് ഓവേഴ്സ് എന്ന നൗണിന്റെ ഒന്നും ആവശ്യമില്ല. ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ്, അത്രയും പറഞ്ഞാൽ മതി. ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ്. ഇനി നമുക്ക് ബാക്കി ഭക്ഷണമൊന്നും ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ദർ ആർ നോ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ് എന്നും പറയാം. ദർ ആർ നോ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്. രണ്ടാമത്തെ സെന്റൻസിന് അർത്ഥം ഫ്രിഡ്ജില് ബാക്കി വന്ന ഭക്ഷണം ഒന്നും ഇല്ല എന്നാണ്. ആദ്യത്തെ സെന്റൻസിന് അർത്ഥം ഫ്രിഡ്ജില് ഒന്നും തന്നെ ഇല്ല എന്നാണ്. ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ്. ഞാൻ ഇന്ന് ലഞ്ച് ഉണ്ടാക്കുന്നില്ല. പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാം. ഒരു പേഴ്സണൽ അറേഞ്ച്മെന്റിനെ കുറിച്ച്, നമ്മൾ നേരത്തെ എടുത്തൊരു ഡിസിഷനെ കുറിച്ചാണ് പറയുന്നത്. ഐ എം നോട്ട് മേക്കിംഗ് ലഞ്ച് ടുഡേ, അല്ലെങ്കിൽ ഐ എം നോട്ട് കുക്കിംഗ് ലഞ്ച് ടുഡേ. എനിക്ക് ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ട്. ഐ ഹാവ് സം ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം യെസ്റ്റർഡേ. ഐ ഹാവ് സം ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം യെസ്റ്റർഡേ. ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ബാക്കി വന്ന ഭക്ഷണം. ഞാൻ ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കാറ്. സാധാരണ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. സാധാരണ, യൂഷ്വലി. ഐ യൂഷ്വലി ഹാവ് റൈസ് ഫോർ ലഞ്ച്. ഐ യൂഷ്വലി ഹാവ് റൈസ് ഫോർ ലഞ്ച്. യൂഷ്വലി ഒരു ഫ്രീക്വൻസി അഡ്വർബാണ്. അത് ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമാണ് വരിക. ഇവിടെ നമുക്ക് ഹാവിന് മുന്നിലല്ലേ അത് വന്നത് എന്ന് തോന്നാം. ആക്ച്വലി ഈ സെന്റൻസിലെ ഹാവ് ഓക്സിലറി അല്ല, മെയിൻ വെർബാണ്. ഈ സെന്റൻസിനകത്ത് നമുക്ക് മറ്റു വെർബ്സ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഐ യൂഷ്വലി ഹാവ് റൈസ് ഫോർ ലഞ്ച്. ഹാസ് അല്ലെങ്കിൽ ഹാവ് മെയിൻ വെർബായി വരുന്ന സെന്റൻസസിൽ ഫ്രീക്വൻസി അഡ്വേർബ്സ് ആ ഹാസിനും ഹാവിനും മുന്നിലാണ് വരിക. ഹാസും ഹാവും ഓക്സിലറി ആയി വരുമ്പോൾ ഫ്രീക്വൻസി അഡ്വേർബ്സ് ഹാസിനും ഹാവിനും ശേഷം വരും. ഐ യൂഷ്വലി ഹാവ് റൈസ് ഫോർ ലഞ്ച്. അത് കഴിച്ചാൽ എനിക്ക് രാത്രി വരെ വിശക്കില്ല. പല രീതിയിൽ നമുക്കിത് പറയാം. ഇറ്റ് കീപ്സ് മീ ഫുൾ അണ്ടിൽ ഡിന്നർ ടൈം എന്ന് പറയാം. ഇറ്റ് കീപ്സ് മീ ഫുൾ അണ്ടിൽ ഡിന്നർ ടൈം. അണ്ടിൽ ഡിന്നർ ടൈം എന്ന് പറയുമ്പോൾ രാത്രി ഭക്ഷണം വരെ. ഇറ്റ് കീപ്സ് മീ ഫുൾ അണ്ടിൽ ഡിന്നർ ടൈം. ഇറ്റ് ഇവിടെ റൈസ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇഫ് ഐ ഈറ്റ് റൈസ് ഐ ഡോണ്ട് ഫീൽ ഹംഗ്രി അണ്ടിൽ ഡിന്നർ ടൈം. ഇഫ് ഐ ഈറ്റ് റൈസ് അല്ലെങ്കിൽ ഇഫ് ഐ ഹാവ് റൈസ് ഐ ഡോണ്ട് ഫീൽ ഹംഗ്രി അണ്ടിൽ ഡിന്നർ ടൈം. ഞാൻ എൻ്റെ അതിഥികൾക്ക് ബാക്കി വന്ന ഭക്ഷണം കൊടുത്തുവിടും. ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ പതിവായി അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന അർത്ഥത്തിലാണ് കൊടുത്തുവിടും എന്നിവിടെ എഴുതിയിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് മതി. ഐ ഗീവ് മൈ ഗസ്റ്റ് ലെഫ്റ്റ് ഓവേഴ്സ് ടു ടേക്ക് ഹോം വിത്ത് ദം. എനിക്ക് കുക്കിംഗ് ഇഷ്ടമൊന്നുമല്ല. ഐ ഡോണ്ട് റിയലി ലൈക്ക് കുക്കിംഗ്. പക്ഷെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആരുമില്ല. ബട്ട് ഐ ഹാവ് നോ വൺ ടു കുക്ക് ഫോർ മീ. അല്ലെങ്കിൽ ദർ ഈസ് നോ വൺ ടു കുക്ക് ഫോർ മീ. ഐ ഡോണ്ട് റിയലി ലൈക്ക് കുക്കിംഗ് ബട്ട് ഐ ഹാവ് നോ വൺ ടു കുക്ക് ഫോർ മീ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആരുമില്ല. ഇനി നമുക്ക് ഇന്നത്തെ ലെസൺ തുടങ്ങാം. നമുക്ക് ഇത്തിരി നേരം കൂടി നിന്നാലോ. നിന്നാലോ എന്ന് കാണുമ്പോൾ സ്റ്റാൻഡ് എന്നൊന്നും പറയരുത്. കുറച്ച് സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്യാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുപയോഗിക്കുന്ന വെർബ് സ്റ്റേ ആണ്. നമുക്ക് ഇത്തിരി നേരം കൂടി നിന്നാലോ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അത് കേൾക്കുന്നയാളിന്റെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് ഷോൾ ഉപയോഗിച്ചത് തുടങ്ങാം. ഷോൾ വി സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ. എ ലിറ്റിൽ ലോങ്ങർ എന്ന് തന്നെ പറയുക. ലിറ്റിൽ എന്ന് മാത്രം പറയരുത്. ലിറ്റിൽ നെഗറ്റീവായ ഒരു വേർഡാണ്. അതിന്റെ കൂടെ എ ഉപയോഗിക്കുമ്പോഴാണ് അതിന് പോസിറ്റീവായ ഒരു മീനിങ് വരുന്നത്. അതുപോലെ തന്നെ ലോങ്ങർ എന്ന കമ്പാരറ്റീവ് അഡ്ജക്റ്റീവും ഉപയോഗിക്കാം. കൂടുതൽ സമയം, അതാണ് നമുക്ക് പറയേണ്ടത്. അതായത് നമ്മൾ ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നതെങ്കിൽ ഒരു പക്ഷേ 1 മണിക്കൂറോ അതിൽ കൂടുതലോ നിന്നാലോ, അതാണ് ചോദ്യം. അപ്പൊ ആ കൂടുതൽ എന്ന അർത്ഥത്തിനാണ് നമ്മളിവിടെ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവായ ലോങ്ങർ ഉപയോഗിക്കുന്നത്. ഷോൾ വി സ്റ്റേ ലിറ്റിൽ ലോങ്ങർ. നമുക്ക് അല്പം കൂടി സമയം നിന്നാലോ. ഇനി നിൽക്കാം എന്നാണ് പറയുന്നതെങ്കിലോ, അതായത് നമ്മളൊരു നിർദ്ദേശം അങ്ങോട്ട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ്സ് ഉപയോഗിക്കാം. ലെറ്റ് സ്റ്റേ ലിറ്റിൽ ലോങ്ങർ. നമുക്ക് അല്പസമയം കൂടി നിൽക്കാം. നമുക്ക് പോവാൻ ഒരു തിരക്കുമില്ല. എനിക്ക് പോവാൻ തിരക്കുണ്ട് എന്നെങ്ങനെയാ പറയാ? ഐ എം ഇൻ എ ഹറി ടു ലീവ് അല്ലെ, അല്ലെങ്കിൽ ഐ എം ഇൻ എ ഹറി ടു ഗോ. അപ്പൊ തിരക്കില്ല എന്ന് പറയുമ്പോൾ, നമുക്ക് പോവാൻ ഒരു തിരക്കും ഇല്ല എന്ന് പറയുമ്പോൾ വി ആർ നോട്ട് ഇൻ എ ഹറി ടു ലീവ്, അല്ലെങ്കിൽ വി ആർ ഇൻ നോ ഹറി ടു ലീവ്. വി ആർ ഇൻ നോ ഹറി ടു ലീവ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വി ആർ നോട്ട് ഇൻ എ ഹറി ടു ലീവ്. നോട്ട് എ ആണ് നോ. നോ ഹറി എന്ന എക്സ്പ്രഷനിൽ നമ്മൾ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹറിക്ക് മുന്നിൽ നമ്മൾ എ ഉപയോഗിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. വി ആർ നോട്ട് ഇൻ എ ഹറി ടു ലീവ് അല്ലെങ്കിൽ വി ആർ ഇൻ നോ ഹറി ടു ലീവ്. നമുക്ക് പോവാൻ ഒരു തിരക്കുമില്ല.
എനിക്ക് ഇന്ന് പാചകം ചെയ്യാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു കുക്ക് ടുഡേ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കുക്കിംഗ് ടുഡേ. ഫീൽ ലൈക്ക് എന്ന എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറയാനാണ്. തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് ഫീൽ ലൈക്ക്. അതിനുശേഷം ing ഫോം വേണം എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കുക്കിംഗ് ടുഡേ അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു കുക്ക് ടുഡേ. നമുക്ക് പുറത്തു നിന്ന് കഴിക്കാം. കഴിക്കാം എന്ന് പറയുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ലെറ്റ്സ് ഉപയോഗിച്ച് പറയാം. ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടുഡേ. ഇനി ഇത് പുറത്തു നിന്ന് കഴിച്ചാലോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷോൾ ഉപയോഗിക്കും. ഷോൾ വി ഈറ്റ് ഔട്ട് ടുഡേ. നമുക്ക് ഇന്ന് പുറത്തു നിന്ന് കഴിച്ചാലോ. നമുക്ക് അവരെ നമ്മുടെ പാർട്ടിക്ക് ക്ഷണിക്കാം. ക്ഷണിക്കാം. ലെറ്റ്സ് ഇൻവൈറ്റ് ദം ടു അവർ പാർട്ടി. ലെറ്റ്സ് ഇൻവൈറ്റ് ദം ടു അവർ പാർട്ടി. നമ്മുടെ പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ ടു അവർ പാർട്ടി. അവർ നമ്മളെ എപ്പോഴും വിളിക്കാറുണ്ട്. എപ്പോഴും വിളിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പതിവാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ദേ ഓൾവേസ് ഇൻവൈറ്റ് അസ്. വിളിക്കുക എന്നതിന് കോൾ എന്ന വെർബ് യൂസ് ചെയ്യരുത്. ക്ഷണിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദേ ഓൾവേസ് ഇൻവൈറ്റ് അസ്. പക്ഷെ നമ്മൾ അവരെ ഒരിക്കലും വിളിച്ചിട്ടില്ല, നമ്മൾ അവരെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ബട്ട് വി ഹാവ് നെവർ ഇൻവൈറ്റഡ് ദം ബാക്ക്. പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചത്, ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ദേ ഓൾവേസ് ഇൻവൈറ്റ് അസ് ബട്ട് വി ഹാവ് നെവർ ഇൻവൈറ്റഡ് ദം ബാക്ക്. ഇതിനു മുമ്പ് നമ്മൾ അവരെ ക്ഷണിച്ചിട്ടേ ഇല്ല. നമ്മൾ അവരെ ക്ഷണിക്കാറില്ല എന്ന് പറയുമ്പോൾ ബട്ട് വി നെവർ ഇൻവൈറ്റ് ദം ബാക്ക് എന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. ദേ ഓൾവേസ് ഇൻവൈറ്റ് അസ് ബട്ട് വി നെവർ ഇൻവൈറ്റ് ദം ബാക്ക്. അവർ നമ്മളെ എപ്പോഴും ക്ഷണിക്കാറുണ്ട്, പക്ഷെ നമ്മൾ അവരെ ക്ഷണിക്കാറില്ല. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മൾ അവരെ ക്ഷണിച്ചിട്ടില്ല എന്നാണ്. ബട്ട് വി ഹാവ് നെവർ ഇൻവൈറ്റഡ് ദം ബാക്ക്. നമുക്ക് പോയാലോ. ഷോൾ വി ഗോ. രണ്ടുപേരുണ്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഒരാൾ ചോദിക്കുന്നതിന് മറ്റേയാളിന്റെ മറുപടിയാണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത്. ഷോൾ വി ഗോ. ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ ഇനിയും റെഡി ആയിട്ടില്ല. ഐ എം നോട്ട് റെഡി എറ്റ്. ഐ എം നോട്ട് റെഡി എറ്റ്. ഐ എം നോട്ട് എറ്റ് റെഡി എന്നും പറയാം. ഇന്ന് വൈകുന്നേരം നമ്മൾ എന്തു ചെയ്യും? വാട്ട് ഷോൾ വി ഡു ദിസ് ഈവനിങ്. വാട്ട് ഷോൾ വി ഡു ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം നമ്മൾ എന്തു ചെയ്യും? എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്ത് തന്നെ ആയാലും എനിക്ക് പ്രശ്നമില്ല. ഐ ഡോണ്ട് മൈൻഡ്. നിനക്ക് താല്പര്യമാണെങ്കിൽ നമുക്കൊരു ഫിലിം കാണാം. ഇത് നമ്മൾ എങ്ങനെയാ പറയാ? നമുക്കൊരു ഫിലിം കാണാം. വി ക്യാൻ വാച്ച് എ ഫിലിം അല്ലേ? നമുക്കിവിടെ കുഡ് ഉപയോഗിക്കാം. ആക്ച്വലി നിനക്ക് താല്പര്യമാണെങ്കിൽ നമുക്കൊരു ഫിലിം കാണാം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുഡാണ്. ക്യാൻ നമ്മൾ ഡയറക്റ്റ് ആയി ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര ഡയറക്റ്റ് അല്ലാതെ അങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നന്നായിരിക്കും എന്നെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുന്ന നിർദ്ദേശം അവർ സ്വീകരിക്കണം എന്നൊരു നിർബന്ധവും നമുക്കില്ല. നമുക്കത് നല്ലതാണ് എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മളത് പറയുന്നു എന്ന് മാത്രം. വി കുഡ് വാച്ച് എ ഫിലിം ഇഫ് യു ലൈക്ക്. അതുകൊണ്ട് തന്നെ കുഡ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ പൊതുവെ അതിനുശേഷം നമ്മൾ ഇഫ് യു ലൈക്ക് എന്നൊരു എക്സ്പ്രഷൻ കൂടി ആഡ് ചെയ്യും. വി കുഡ് വാച്ച് എ ഫിലിം ഇഫ് യു ലൈക്ക്. നിനക്ക് താല്പര്യമാണെങ്കിൽ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു സിനിമ കാണാം. ക്യാൻ നമുക്കിവിടെ ഉപയോഗിക്കാം. ക്യാൻ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയ ഒരു അഡ്വൈസ് പോലെ ആയി പോവും. കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നത് അവർ കേൾക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല, അത് ചെയ്താൽ ഒരു പക്ഷെ നല്ലതായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഏത് വഴിക്കാണ് ഞങ്ങൾ പോവേണ്ടത്? വിച്ച് വേ ഷോൾ വി ഗോ അല്ലെങ്കിൽ വിച്ച് വേ ഷുഡ് വി ഗോ. നമുക്ക് പലപ്പോഴും ഷോളിന് പകരം ഷുഡ് ഉപയോഗിക്കാം. ആക്ച്വലി അമേരിക്കൻ ഇംഗ്ലീഷിൽ ഷോൾ ഉപയോഗിക്കുന്നത് വളരെ റെയർ ആണ്. അവർ ഷുഡ് ഉപയോഗിച്ചാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. നമുക്കിത് ഇങ്ങനെയും പറയാം. വിച്ച് വേ ഷുഡ് വി ഗോ. ഞങ്ങൾ ഏത് വഴിക്കാണ് പോവേണ്ടത്. ഷോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം. ഇന്ന് ഞാൻ നല്ല തിരക്കിലാണ്. ഐ എം വെരി ബിസി ടുഡേ. നമുക്ക് നാളെ കാണാം. പല രീതിയിൽ നമുക്കിത് പറയാം. ലെറ്റ്സ് മീറ്റ് ടുമോറോ എന്ന് പറയാം, അല്ലെങ്കിൽ വി കുഡ് മീറ്റ് ടുമോറോ എന്ന് പറയാം. വി കുഡ് മീറ്റ് ടുമോറോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടി സൗകര്യമാണെങ്കിൽ നാളെ നമുക്ക് കാണാം എന്നൊരർത്ഥം വരും. വി ക്യാൻ മീറ്റ് ടുമോറോ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയൊരു സജഷനാണ്, ഒരു നിർദ്ദേശമാണ്. കുഡ് നമ്മളത് അത്ര തന്നെ ഡയറക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് കൂടി സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന രീതിയിൽ പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പിസ്സ ഓർഡർ ചെയ്താലോ. ഷോൾ വി ഓർഡർ എ പിസ്സ. എനിക്ക് ഒരു സാൻഡ്വിച്ച് മതി. അപ്പോൾ അത് കേൾക്കുന്നയാൾ പറയുന്നത് അയാൾക്ക് പിസ്സയല്ല താല്പര്യം, ഒരു സാൻഡ്വിച്ച് ആണ് എന്നാണ്. അതായത് പിസ്സയേക്കാളും അയാൾ പ്രിഫർ ചെയ്യുന്നത് സാൻഡ്വിച്ച് ആണ്. ഇങ്ങനെ ഒരു ഓപ്ഷനേക്കാളും മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് സ്ട്രക്ചേഴ്സ് മെയിൻലി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യും. നമുക്ക് വുഡ് പ്രിഫർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വുഡ് റാദർ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് വുഡ് റാദർ ഉപയോഗിച്ചത് പറയാം. ഷോൾ വി ഓർഡർ എ പിസ്സ.
ഐ വുഡ് റാദർ ഹാവ് എ സാൻഡ്വിച്ച്. എനിക്ക് പിസയല്ല ഒരു സാൻഡ്വിച്ച് ആണ് വേണ്ടത്. ഐ വുഡ് റാദർ ഹാവ് എ സാൻഡ്വിച്ച്. ഐ വുഡ് പ്രിഫർ എന്നും പറയാം, ഐ വുഡ് പ്രിഫർ എ സാൻഡ്വിച്ച് എന്നും പറയാം. അതിനർത്ഥവും എനിക്ക് പിസയേക്കാൾ കൂടുതൽ താല്പര്യം സാൻഡ്വിച്ച് ആണ് എന്നാണ്. ഐ വുഡ് പ്രിഫർ എ സാൻഡ്വിച്ച് ടു എ പിസ. അവസാന ബസ് പോയിരിക്കുന്നു. പോയിരിക്കുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. റീസെന്റ് ഫിനിഷ്ഡ് ആയ ഒരു ഇവന്റ് ആണ്, സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ. ദ ലാസ്റ്റ് ബസ് എന്ന് തന്നെ പറയാം. നമ്മൾ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ ബസ്സിനെ കുറിച്ചാണ്. ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ. നമുക്ക് ഒരു ടാക്സിക്ക് പോയാലോ? ഷോൾ വി ടേക്ക് എ ടാക്സി. ഷോൾ വി ടേക്ക് എ ടാക്സി. നമ്മളൊരു ടാക്സി വിളിച്ചാലോ? വേണ്ട, നമുക്ക് നടക്കാം. നോ, ലെറ്റ്സ് വാക്ക്. നമുക്ക് നടക്കാം. ലെറ്റ്സ് വാക്ക് ഹോം. നമുക്ക് വീട്ടിലേക്ക് നടക്കാം. ഹോമിന് മുന്നിൽ പ്രിപ്പോസിഷൻ ഇല്ല. ലെറ്റ്സ് വാക്ക് ടു ഹോം എന്ന് പറയരുത്. ലെറ്റ്സ് വാക്ക് ഹോം അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് വീട്ടിലേക്ക് പോവാം. അവനൊരു മെസ്സേജ് അയച്ചു നോക്കിയാലോ? ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിൾസിലെല്ലാം നമ്മൾ ഷോൾ വിയും ലെറ്റ്സും അതുപോലെ കുഡ് ഉപയോഗിച്ച് എങ്ങനെ സജഷൻസ് കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെ സജഷൻസ് ചോദിക്കാം അതാണ് നോക്കിയത്. ഈ 3 സ്ട്രക്ചേഴ്സ് മാത്രമല്ല, നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി മറ്റു പല സ്ട്രക്ചേഴ്സും ഉപയോഗിക്കാം. അവനൊരു മെസ്സേജ് അയച്ചു നോക്കിയാലോ? ഇത് നമുക്ക് ഹൗ അബൌട്ട് ഉപയോഗിച്ച് ചോദിക്കാം. ഹൗ അബൌട്ടിന് ശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. ഹൗ അബൌട്ട് സെൻഡിങ് ഹിം എ മെസ്സേജ്. ഹൗ അബൌട്ട് സെൻഡിങ് ഹിം എ മെസ്സേജ്. നമുക്ക് ഷോൾ വി സെൻഡ് ഹിം എ മെസ്സേജ് എന്നും ചോദിക്കാം. നമുക്ക് അവനൊരു മെസ്സേജ് അയച്ചാലോ? ഹൗ അബൌട്ടിന് ശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. നാളെ അവധി എടുത്താലോ? ഇതും നമുക്ക് ഹൗ അബൌട്ട് ഉപയോഗിച്ച് ചോദിക്കാം. ഹൗ അബൌട്ട് ടേക്കിംഗ് എ ഡേ ഓഫ് വർക്ക് ടുമോറോ. അവധി എടുക്കുക എന്നതിന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗം ടേക്ക് എ ഡേ ഓഫ് ആണ്. ഹൗ അബൌട്ട് ടേക്കിംഗ് എ ഡേ ഓഫ് വർക്ക് ടുമോറോ. നാളെ ജോലിയിൽ നിന്ന് അവധി എടുത്താലോ? ടേക്കിംഗ് എ ഡേ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ജോലിയിൽ നിന്ന് അവധി എടുക്കുക. അത് ചെയ്താലോ? ഹൗ അബൌട്ട് ടേക്കിംഗ് എ ഡേ ഓഫ് വർക്ക് ടുമോറോ. അല്ലെങ്കിൽ ഷോൾ ഐ ടേക്ക് എ ഡേ ഓഫ് വർക്ക് ടുമോറോ. ഞാൻ നാളെ ഒരു അവധി എടുക്കണം. ഷോൾ ഉപയോഗിക്കുമ്പോൾ എടുത്താലോ എന്നൊരർത്ഥവും വരും, എടുക്കണോ എന്നൊരർത്ഥവും വരും. അത് ഏത് മീനിങ്ങിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഷോൾ വി ഗോ എന്നതിന് നമ്മൾ പോകണോ എന്നൊരർത്ഥമുണ്ട്, പോയാലോ എന്നർത്ഥവും ഉണ്ട്. എനിക്ക് രാവിലെ 4 മണിക്ക് എയർപോർട്ടിലെത്തണം. ഐ ഹാവ് ടു ബി അറ്റ് ദ എയർപോർട്ട് അറ്റ് 4 AM ടുമോറോ. ഐ ഹാവ് ടു ബി അറ്റ് ദ എയർപോർട്ട് അറ്റ് 4 AM ടുമോറോ. ഐ ഹാവ് ടു ബിക്ക് പകരം നമുക്ക് ഐ മസ്റ്റ് ഉപയോഗിക്കാം. ഐ മസ്റ്റ് ബി അറ്റ് ദ എയർപോർട്ട് എന്നും പറയാം. നിനക്ക് നിന്റെ ഏട്ടനോട് നിന്നെ അവിടേക്ക് കൊണ്ടുപോവാൻ പറഞ്ഞുകൂടെ. ഇത് നമ്മൾ എങ്ങനെയാ ചോദിക്കാം? ഇതും ഒരു സജഷൻ തന്നെയാണ്. ഏട്ടനോട് പറഞ്ഞുകൂടെ, ഏട്ടൻ കൊണ്ടുപോവില്ലേ. യു കുഡ് ആസ്ക് യുവർ ബ്രദർ ടു ടേക്ക് യു ദർ. യു കുഡ് ആസ്ക് യുവർ ബ്രദർ ടു ടേക്ക് യു ദർ. ഇവിടെ നമ്മൾ ക്യാനിന് പകരം കുഡാണ് ഉപയോഗിച്ചത്. യു ക്യാൻ എന്ന് പറയുമ്പോൾ നിനക്കത് കഴിയും, അത് ചെയ്യാം എന്നൊരർത്ഥം വരും. അത് ചെയ്തുകൂടെ, അത് സാധിക്കില്ലേ, ആ ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കുഡ് ഉപയോഗിച്ചിട്ടുള്ളത്. കുഡ് അത്ര ഡയറക്റ്റ് അല്ലാത്ത ഒരു സജഷനാണ്. യു കുഡ് ആസ്ക് യുവർ ബ്രദർ ടു ടേക്ക് യു ദർ. നിന്റെ ബ്രദറിനോട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാൻ വേണമെങ്കിൽ നിനക്ക് പറയാം. എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ പറ്റാത്ത അത്ര ക്ഷീണമുണ്ട്. ഐ എം ടു ടയേർഡ് ടു വാക്ക് ഹോം. ഐ എം ടു ടയേർഡ് ടു വാക്ക് ഹോം അല്ലെങ്കിൽ ഐ എം സോ ടയേർഡ് ദാറ്റ് ഐ കനോട്ട് വാക്ക് ഹോം. ടു ഉപയോഗിച്ച് നമ്മൾ 2 ക്ലോസുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ അതിൽ നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നില്ല. അത് ശ്രദ്ധിക്കണം. ടു തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ ആ സെന്റൻസിനകത്ത് വേറെ ഒരു നോട്ട് ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതേ കാര്യം തന്നെ സോ ദാറ്റ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ ആ ദാറ്റ് ക്ലോസിൽ നമ്മൾ നോട്ട് ഉപയോഗിക്കും. ഐ എം സോ ടയേർഡ് ദാറ്റ് ഐ കനോട്ട് വാക്ക് ഹോം. ഐ കനോട്ട് വാക്ക് എന്നാണ് പറയുന്നത്. ഐ എം സോ ടയേർഡ് ദാറ്റ് ഐ ക്യാൻ എന്നല്ല പറയുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നേ ഇല്ല. ഐ എം ടു ടയേർഡ് ടു വാക്ക് ഹോം. വീട്ടിലേക്ക് നടക്കാൻ പറ്റാത്ത അത്ര ക്ഷീണം എനിക്കുണ്ട്. നമുക്ക് ഒരു ടാക്സി വിളിക്കാം. ലെറ്റ്സ് ടേക്ക് എ ടാക്സി അല്ലെങ്കിൽ ലെറ്റ്സ് കോൾ എ ടാക്സി. ലെറ്റ്സ് ടേക്ക് എ ടാക്സി. നമുക്ക് ഒരു ടാക്സി വിളിക്കാം. ഇനി ടാക്സി വിളിച്ചാലോ എന്ന് ചോദിക്കണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോൾ ഉപയോഗിക്കാം. ഷോൾ വി ടേക്ക് എ ടാക്സി. നമുക്ക് അങ്ങോട്ട് നടക്കാം. ലെറ്റ്സ് വാക്ക് ദർ. നമുക്ക് അങ്ങോട്ട് നടക്കാം. അത് ഇവിടെ നിന്നും അത്ര ദൂരെയല്ല. ഇറ്റ് ഈസ് നോട്ട് ഫാർ ഫ്രം ഹിയർ. ഇറ്റ് ഈസ് നോട്ട് ഫാർ ഫ്രം ഹിയർ. ഇവിടെ നിന്നും അത്ര ദൂരെയല്ല. നെഗറ്റീവ് സെന്റൻസസിൽ ദൂരം എന്ന് പറയാൻ ഫാർ ഉപയോഗിക്കുക. അഫർമേറ്റീവ് സെന്റൻസസിൽ എ ലോങ് വേ ഉപയോഗിക്കുക. അതിവിടെ നിന്ന് കുറെ ദൂരെയാണ് എന്ന് എങ്ങനെയാ പറയാം? ഇറ്റ്സ് എ ലോങ് വേ ഫ്രം ഹിയർ. ഇറ്റ്സ് ഫാർ ഫ്രം ഹിയർ അല്ല, ഇറ്റ്സ് എ ലോങ് വേ ഫ്രം ഹിയർ. അഫർമേറ്റീവ് സെന്റൻസസിൽ എ ലോങ് വേ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യനിലും നെഗറ്റീവിലും ഫാർ ഉപയോഗിക്കുക. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? അത് ഇവിടെ നിന്നും കുറെ ദൂരെയാണോ? നോ,
ഇറ്റ്സ് നോട്ട് ഫാർ ഫ്രം ഹിയർ. അല്ല, അതിവിടെ നിന്ന് കുറേ ദൂരെയല്ല. ഞങ്ങൾക്ക് എങ്ങനെ ആ ഐലൻഡിൽ എത്താം? ഇവിടെയും 2 സ്പീക്കേഴ്സ് ഉണ്ട്. ചോദ്യം ചോദിക്കുന്നവരുണ്ട്, അതിന് മറുപടി പറയുന്നവരുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ ആ ഐലൻഡിൽ എത്താം? ഹൗ ക്യാൻ വി ഗെറ്റ് ടു ദാറ്റ് ഐലൻഡ്? ഹൗ ക്യാൻ വി ഗെറ്റ് ടു ദാറ്റ് ഐലൻഡ്? ഗെറ്റ് ടുവിന് പകരം നമുക്ക് ഇവിടെ റീച്ച് ഉപയോഗിക്കാം. ഹൗ ക്യാൻ വി റീച്ച് ദ ഐലൻഡ്, അല്ലെങ്കിൽ ദാറ്റ് ഐലൻഡ്, ആ ഐലൻഡിൽ നമുക്ക് എങ്ങനെ എത്താം? ഗെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ടു ഉണ്ട്. ഗെറ്റ് ടുവിന് അർത്ഥം റീച്ച് ആണ്. ഗെറ്റ് മാത്രമാവുമ്പോൾ റീച്ച് എന്ന അർത്ഥം വരുന്നില്ല. ഹൗ ക്യാൻ വി റീച്ച് ദ ഐലൻഡ്? ഞങ്ങൾക്ക് ആ ഐലൻഡിൽ എങ്ങനെ എത്താം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിന് പോവാം. യു കുഡ് ടേക്ക് എ ബോട്ട്, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് എ ബോട്ട്. യു ക്യാൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡയറക്റ്റ് ആയ ഒരു അഡ്വൈസ് ആയിപ്പോയി. യു കുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, വേണമെങ്കിൽ ഒരു ബോട്ടിന് പോവാം എന്നർത്ഥമാണുള്ളത്. യു കുഡ് ടേക്ക് എ ബോട്ട് ദർ. ഒരു ബോട്ടിന് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ യു കുഡ് ഗോ ദർ ബൈ ബോട്ട്. ബൈ ബോട്ട് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആർട്ടിക്കിൾ ഇല്ല. ബൈ എ ബോട്ട് അല്ല, ബൈ ബോട്ട്. മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയാലോ? ഷോൾ വി പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ടു അനദർ ഡേ, അല്ലെങ്കിൽ ഷോൾ വി റീഷെഡ്യൂൾ ദ മീറ്റിംഗ്? ഹൗ എബൌട്ട് റീഷെഡ്യൂളിംഗ് ദ മീറ്റിംഗ് എന്നും ചോദിക്കാം. അതിനർത്ഥം മീറ്റിംഗ് മാറ്റിയാലോ. ഹൗ എബൌട്ട് റീഷെഡ്യൂളിംഗ് ദ മീറ്റിംഗ്? ലെറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യം പറയാം. ലെറ്റ്സ് റീഷെഡ്യൂൾ ദ മീറ്റിംഗ്. അതിനർത്ഥം നമുക്ക് മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം എന്നാണ്. എന്തുകൊണ്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൂടാ? ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കാൻ നമുക്ക് വൈ ഡോണ്ട് യു ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈ നോട്ട് ഉപയോഗിക്കാം. വൈ നോട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം സബ്ജക്റ്റ് ഇല്ല. വൈ ഡോണ്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആരാണോ ആക്ഷൻ ചെയ്യേണ്ടത് അവരെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വരും. വൈ നോട്ട് ഡ്രൈവ് ദർ? എന്തുകൊണ്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൂടാ? വൈ ഡോണ്ട് യു ഡ്രൈവ് ദർ എന്നും പറയാം. വൈ ഡോണ്ട് വി ഡ്രൈവ് ദർ? എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൂടാ? വൈ നോട്ടിന് ശേഷം വെർബാണ് ഡയറക്റ്റ്ലി വരുന്നത്. അവിടെ സബ്ജക്റ്റ് ഇല്ല, അത് ശ്രദ്ധിക്കണം. വൈ നോട്ട് ഡ്രൈവ് ദർ? എന്തുകൊണ്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൂടാ? അവൾ എന്നോട് സംസാരിക്കുന്നത് നിർത്തിയിരിക്കുന്നു. ഷി ഹാസ് സ്റ്റോപ്ഡ്. അവൾ നിർത്തിയിരിക്കുന്നു. നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിർത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഷി ഹാസ് സ്റ്റോപ്ഡ്. എന്താ നിർത്തിയിരിക്കുന്നത്? ഷി ഹാസ് സ്റ്റോപ്ഡ് വാട്ട്? എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ എന്നോട് സംസാരിക്കുന്നത് എന്ന അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റായി 4 തരത്തിലുള്ള വേർഡ്സ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക. നൗൺ ഉപയോഗിക്കാം, പ്രനൗൺ ഉപയോഗിക്കാം, ing ഫോം ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് നൗണും പ്രനൗണും ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സംസാരിക്കുന്നതാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ing ഫോമും ടു ഇൻഫിനിറ്റീവും ആണ്. ആക്ച്വലി സ്റ്റോപ്പ് എന്ന വെർബിന് ശേഷം ing ഫോം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന മീനിങ് അല്ല ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ നമുക്ക് പറയേണ്ടത് എന്നോട് സംസാരിക്കുന്നത് നിർത്തിയിരിക്കുന്നു എന്നാണ്. അതായത് അവളിപ്പോൾ എന്നോട് സംസാരിക്കാറില്ല. ഈ ഒരു മീനിങ്ങിൽ ing ഫോം വേണം ഉപയോഗിക്കാൻ. ഷി ഹാസ് സ്റ്റോപ്ഡ് ടോക്കിംഗ് ടു മീ. ഇവിടെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചാൽ അതിന്റെ മീനിങ് പാടെ മാറിപ്പോകും. ഷി ഹാസ് സ്റ്റോപ്ഡ് അല്ലെങ്കിൽ ഷീ സ്റ്റോപ്ഡ് ടു ടോക്ക് ടു മീ എന്ന് പറയുമ്പോൾ അവൾ എന്നോട് സംസാരിക്കുന്നതിന് വേണ്ടി നിർത്തി എന്നാണ്. അതായത് അവൾ ചെയ്യുന്ന പ്രവൃത്തി എന്തോ അത് അവൾ നിർത്തി എന്നോട് സംസാരിക്കാൻ വേണ്ടി. ഇവിടെ അങ്ങനെയല്ല, എന്നോട് സംസാരിക്കുന്നത് നിർത്തിയിരിക്കുന്നു എന്നാണ്. ഷി ഹാസ് സ്റ്റോപ്ഡ് ടോക്കിംഗ് ടു മീ. അവൾ എന്നോട് സംസാരിക്കുന്നത് നിർത്തിയിരിക്കുന്നു. അവൾക്ക് കുറച്ച് പൂക്കൾ അയച്ചു കൊടുത്തു നോക്ക്. പിണങ്ങിയിരിക്കുന്ന ഒരാളുടെ പിണക്കം മാറ്റുന്നതിന് വേണ്ടി പൂക്കൾ അയച്ചു കൊടുക്കുക. ഒരു പ്രാക്ടീസ് നമ്മുടെ നാട്ടിൽ എത്ര കണ്ടുണ്ട് എന്നറിയില്ല, ഫോറിൻ കൺട്രീസിലെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് കുറച്ച് പൂക്കൾ അയച്ചു കൊടുത്തു നോക്ക്, അല്ലെങ്കിൽ അയച്ചു കൊടുത്തുകൂടെ? വൈ നോട്ട് സെൻഡ് ഹെർ സം ഫ്ലവേഴ്സ്? യു കുഡ് സെൻഡ് ഹെർ സം ഫ്ലവേഴ്സ് എന്നും പറയാം. വൈ നോട്ട് സെൻഡ് ഹെർ സം ഫ്ലവേഴ്സ്? വൈ നോട്ട് സെൻഡ്, അവിടെ പിന്നെ സബ്ജക്റ്റ് ഇല്ല. വൈ നോട്ട് യു സെൻഡ് എന്നൊന്നും പറയരുത്. അല്ലെങ്കിൽ വൈ ഡോണ്ട് യു സെൻഡ് എന്ന് പറയാം. ആ അരിമ്പാറയെ കുറിച്ച് നിനക്ക് വേവലാതി ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ഒരു ഡോക്ടറെ കാണുന്നില്ല? നമ്മുടെ സ്കിന്നിലുള്ള ഒരു സ്പോട്ട്, അല്പം ഉയർന്ന ഒരു സ്പോട്ട്. നിനക്ക് വേവലാതി ഉണ്ടെങ്കിൽ ഇഫ് യു ആർ വറീഡ് അല്ലെങ്കിൽ ഇഫ് യു ആർ കൺസേൺഡ്, ആ അരിമ്പാറയെ കുറിച്ച്, എബൌട്ട് ദാറ്റ് വാട്ട്, നീ എന്തുകൊണ്ട് ഒരു ഡോക്ടറെ കാണുന്നില്ല? വൈ നോട്ട് സീ എ ഡോക്ടർ അല്ലെങ്കിൽ വൈ ഡോണ്ട് യു സീ എ ഡോക്ടർ? വൈ നോട്ട് കൺസൾട്ട് എ ഡോക്ടർ ഇഫ് യു ആർ കൺസേൺഡ് അബൌട്ട് ദാറ്റ് വാട്ട്? വൈ നോട്ട് കൺസൾട്ട് അല്ലെങ്കിൽ വൈ നോട്ട് സീ എ ഡോക്ടർ? വൈ ഡോണ്ട് യു സീ എന്നും പറയാം. വൈ നോട്ട് ആണെങ്കിൽ പിന്നെ അവിടെ യു ഇല്ല. വൈ നോട്ട് കൺസൾട്ട് എ ഡോക്ടർ ഇഫ് യു ആർ കൺസേൺഡ് അബൌട്ട് ദാറ്റ് വാട്ട്? ഇഫ് യു ആർ കൺസേൺഡ് അബൌട്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നിനക്ക് വേവലാതി ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നർത്ഥം. വൈ നോട്ടിന് പകരം നമുക്കിവിടെ വൈ ഡോണ്ട് യു കൺസൾട്ട് എന്നും പറയാം. നാളെ അവന്റെ പിറന്നാളാണ്. ഇറ്റ് ഈസ് ഹിസ് ബർത്ത്ഡേ ടുമോറോ. ഇറ്റ് ഈസ് ഹിസ് ബർത്ത്ഡേ ടുമോറോ. നമ്മൾ അവനൊരു പ്രസന്റ് വാങ്ങിക്കണോ? ഷോൾ വി ഗെറ്റ് എ പ്രസന്റ് ഫോർ ഹിം?
ഷോൾ വി ഗെറ്റ് എ പ്രസന്റ് ഫോർ ഹിം. ഷുഡ് ബി എന്ന് ഉപയോഗിക്കാം. ഷുഡ് ബി ഗെറ്റ് എ പ്രസന്റ് ഫോർ ഹിം. നമ്മൾ വാങ്ങിക്കണോ? നമുക്ക് വാങ്ങിക്കാം എന്ന് പറയണമെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് എ പ്രസന്റ് ഫോർ ഹിം. ഇവിടെ ഗെറ്റിന് ബൈ എന്ന അർത്ഥം തന്നെയാണ്. ലെറ്റ്സ് ബൈ എ പ്രസന്റ് ഫോർ ഹിം. നമുക്ക് അവന് വേണ്ടിയിട്ട് ഒരു പ്രസന്റ് വാങ്ങിക്കാം. നമുക്ക് ആ വില കൂടുതലുള്ളത് വാങ്ങിക്കാം. ഇപ്പൊ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയത്, വില കൂടുതലുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അത് കൂടുതൽ നല്ലതായിരിക്കും. നമുക്ക് ആ വില കൂടുതലുള്ളത് വാങ്ങിക്കാം. ലെറ്റ്സ് ബൈ ദ എക്സ്പെൻസീവ് വൺ. ലെറ്റ്സ് ബൈ ദ എക്സ്പെൻസീവ് വൺ. ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ലെറ്റ്സ് ബൈ ദ എക്സ്പെൻസീവ് വൺ. ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അത് കൂടുതൽ നല്ലതായിരിക്കും. മോർ ബെറ്റർ എന്ന് പറയരുത്. ബെറ്റർ തന്നെ കമ്പാരിറ്റീവ് വേർഡാണ്. പിന്നെ അതിൻ്റെ കൂടെ മോർ ഉപയോഗിക്കരുത്. മച്ച് ബെറ്റർ എന്ന് പറയുമ്പോൾ വളരെ കൂടുതൽ നല്ലത് എന്നർത്ഥം. ലെറ്റ്സ് ബൈ ദ എക്സ്പെൻസീവ് വൺ. ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അത് വളരെ കൂടുതൽ നല്ലതായിരിക്കും. ആ ജാക്കറ്റ് എനിക്ക് ചെറുതാണ്. ഇവിടെ 2 സ്പീക്കേഴ്സ് ഉണ്ട്. ദാറ്റ് ജാക്കറ്റ് ഈസ് സ്മോൾ ഫോർ മീ. അപ്പോൾ സെയിൽസ് പേഴ്സൺ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വലിയ ഒരെണ്ണം ഞാൻ നോക്കണോ? ഞാൻ ചെയ്യണോ? ഷോളായി. തിരയണോ? നോക്കണോ എന്ന് പറയുമ്പോൾ ലുക്ക് ഫോർ. കൂടുതൽ വലിയ ഒരെണ്ണം. എ ലാർജർ വൺ. നിങ്ങൾക്ക് വേണ്ടി. ഫോർ യു. ദിസ് ജാക്കറ്റ് ഈസ് സ്മോൾ ഫോർ മീ. ദിസ് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ജാക്കറ്റ് ആണ്. ആ ജാക്കറ്റ് എന്നതിന് ദാറ്റ് ജാക്കറ്റ് എന്ന് വേണം പറയാൻ. ദിസ് ജാക്കറ്റ് ഈസ് സ്മോൾ ഫോർ മീ. ഈ ജാക്കറ്റ് എനിക്ക് ചെറുതാണ്. ഷോൾ ഐ ലുക്ക് ഫോർ എ ലാർജർ വൺ ഫോർ യു. ഷോൾ ഐ ലുക്ക് ഫോർ എ ലാർജർ വൺ ഫോർ യു. നമ്മൾ ലാർജർ വൺ എന്നാണ് പറയുന്നത്. ലാർജർ ജാക്കറ്റ് എന്ന് പറയുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് ജാക്കറ്റിനെ കുറിച്ചാണ് എന്ന് വ്യക്തമാണ്. അത് ആദ്യത്തെ സെന്റൻസിൽ തന്നെയുണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന നൗൺസ് പിന്നെ നമ്മൾ പൊതുവെ പറയില്ല. അതിന് പകരം നമ്മൾ എന്തെങ്കിലും ഇൻഡെഫിനിറ്റ് ആയ പ്രൊനൗൺ ആണ് അവിടെ യൂസ് ചെയ്യുക. ഷോൾ ഐ ലുക്ക് ഫോർ എ ലാർജർ വൺ ഫോർ യു. ലാർജർ വണ്ണിന് ഇവിടെ അർത്ഥം ലാർജർ ജാക്കറ്റ് എന്ന് തന്നെയാണ്. ഇത് ആർക്കെങ്കിലും വേണ്ടിയുള്ള ഒരു പ്രസന്റ് ആണോ? ഈസ് ദിസ് എ പ്രസന്റ് ഫോർ സംവൺ? ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ ഉപയോഗിച്ചത് എനിവൺ അല്ല, സംവൺ ആണ്. കാരണം നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ യെസ് ആണ്. നമ്മൾ യെസ് എന്നൊരു ആൻസർ എക്സ്പെക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നുന്നു എന്ന് വരുന്ന സാഹചര്യങ്ങളിൽ ക്വസ്റ്റ്യനിലും നമ്മൾ ഉപയോഗിക്കുന്നത് സം തന്നെയാണ്. പൊതുവെ അഫർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ സം, സംവൺ, സംബഡി, സംതിങ് അതെല്ലാം ഉപയോഗിക്കും. നെഗറ്റീവ് സെന്റൻസസിലും ക്വസ്റ്റ്യൻസിലും എനി, എനിവൺ, എനിത്തിങ്, എനിബഡി അതുപോലുള്ള വേർഡ്സ് യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ യെസ് ആൻസറായി എക്സ്പെക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ക്വസ്റ്റ്യനിലും നമ്മൾ ഉപയോഗിക്കുന്നത് സം, സംവൺ, സംബഡി അതുപോലുള്ള എക്സ്പ്രഷൻസ് ആണ്. ഈസ് ഇറ്റ് എ പ്രസന്റ് ഫോർ സംവൺ? ഇത് ആർക്കെങ്കിലും വേണ്ടിയുള്ള ഒരു പ്രസന്റ് ആണോ? ഞാനത് ഭംഗിയായി പൊതിഞ്ഞു തരണം. പ്രസന്റ് അല്ല, ഗിഫ്റ്റ് എല്ലാം നമ്മൾ നല്ലൊരു ഭംഗിയുള്ള പേപ്പറിൽ വൃത്തിയായി പൊതിഞ്ഞാണ് കൊടുക്കാറ്. അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് പറയാവുന്ന ഒരു വേർഡാണ് ഗിഫ്റ്റ് റാപ്പ്. ഞാനത് ഭംഗിയായി പൊതിഞ്ഞു തരണോ? ഷോൾ ഐ ഗിഫ്റ്റ് റാപ്പ് ഇറ്റ് ഫോർ യു. ഷോൾ ഐ ഗിഫ്റ്റ് റാപ്പ് ഇറ്റ് ഫോർ യു അല്ലെങ്കിൽ ഷുഡ് ഐ ഗിഫ്റ്റ് റാപ്പ് ഇറ്റ് ഫോർ യു. ഞാനത് നന്നായി പൊതിഞ്ഞു തരണോ? ഞാൻ ആ TV നേരെയാക്കിക്കണമെന്ന് നിനക്ക് അഭിപ്രായമുണ്ടോ? ഞാൻ നേരെയാക്കണമെന്നല്ല, നേരെയാക്കിക്കണമെന്ന് നിനക്ക് അഭിപ്രായമുണ്ടോ? ഞാൻ ആ TV നേരെയാക്കിക്കണോ? ഷുഡ് ഐ ഗെറ്റ് ദാറ്റ് TV? റിപ്പയർഡ് എന്ന് പറയാം, ഫിക്സ്ഡ് എന്ന് പറയാം, മെൻറ്റഡ് എന്നും പറയാം. ഷുഡ് ഐ ഗെറ്റ് ദാറ്റ് TV മെൻറ്റഡ്? ഞാനത് നേരെയാക്കിക്കണോ? നിനക്ക് ആ അഭിപ്രായമുണ്ടോ? ഡു യു തിങ്ക്? ഇതാണ് നമ്മുടെ 2 ക്ലോസസ്. ഡു യു തിങ്ക്, ഷുഡ് ഐ ഗെറ്റ് ദാറ്റ് TV ഫിക്സ്ഡ് അല്ലെങ്കിൽ മെൻറ്റഡ്. ഇനി നമുക്കിതിനെ കമ്പൈൻ ചെയ്യണം. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ ഷുഡ് ഐ ഷുഡ് ആയി മാറും. ഡു യു തിങ്ക് ദാറ്റ് ഐ ഷുഡ് ഗെറ്റ് ദാറ്റ് TV മെൻറ്റഡ്? ഡു യു തിങ്ക് ദാറ്റ് ഐ ഷുഡ് ഗെറ്റ് ദാറ്റ് TV മെൻറ്റഡ്? ദാറ്റ് ഇവിടെ ഓപ്ഷണൽ ആണ്. ഡു യു തിങ്ക് ഐ ഷുഡ് എന്ന് പറഞ്ഞാലും മതി. ഞാൻ ആ TV നേരെയാക്കിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഷുഡ് ഐ ഗെറ്റ് ദാറ്റ് TV മെൻറ്റഡ് ആണ്. നമ്മളതിനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ല, സാധാരണ വേർഡ് ഓർഡർ ആണ് അതിന് വരിക. അതുകൊണ്ടാണ് ഐ ഷുഡ് എന്ന് പിന്നെ എഴുതുന്നത്. ഡു യു തിങ്ക് ദാറ്റ് ഐ ഷുഡ് ഗെറ്റ് ദാറ്റ് TV മെൻറ്റഡ്? ഇതൊരു പോസിറ്റീവ് യൂസ് ആണ്. കാരണം ഞാനല്ല TV നേരെയാക്കുന്നത്, മറ്റൊരാളെ കൊണ്ട് നേരെയാക്കിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഗെറ്റിന് പകരം ഹാവ് ഉപയോഗിക്കാം. ഡു യു തിങ്ക് ദാറ്റ് ഐ ഷുഡ് ഹാവ് ദാറ്റ് TV മെൻറ്റഡ്? മെൻറ്റഡ് എന്ന് പറയുമ്പോൾ നേരെയാക്കിക്കുക, ഫിക്സ്ഡ്, റിപ്പയർഡ്, ആ വെർബ്സിന്റെ എല്ലാം അർത്ഥം തന്നെയാണ് ഈ വെർബിനും. അത് നേരെയാക്കിയിട്ട് കാര്യമില്ല, അതിന് നീ വെറുതെ പൈസ കളയുകയാണ്, അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് വർത്ത് മെൻറ്റിങ്. അപ്പോൾ ആ TV നേരെയാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇറ്റ് ഈസ് നോട്ട് വർത്ത് മെൻറ്റിങ് അല്ലെങ്കിൽ ദർ ഈസ് നോ പോയിന്റ് ഇൻ മെൻറ്റിങ് ഇറ്റ്, ദർ ഈസ് നോ പോയിന്റ് ഇൻ റിപ്പയറിങ് ഇറ്റ്. അത് നേരെയാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇറ്റ് ഈസ് നോട്ട് വർത്ത് മെൻറ്റിങ്. നിനക്ക് നല്ലത് പുതിയതൊരെണ്ണം വാങ്ങിക്കുന്നതാണ്. കൂടുതൽ നല്ല ഓപ്ഷൻ പുതുതൊരെണ്ണം വാങ്ങിക്കുന്നതാണ്. യു ഹാഡ് ബെറ്റർ ബൈ എ ന്യൂ വൺ. You had better buy a new one.
എ ന്യൂ ടി വി എന്നതിന് പകരമാണ് എ ന്യൂ വൺ എന്ന് ഉപയോഗിക്കുന്നത്. ഹാഡ് ബെറ്റർ വളരെ സ്ട്രോങ് ആയ അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. യു ഹാഡ് ബെറ്റർ ടു ബൈ എന്ന് പറയരുത്. യു ഹാഡ് ബെറ്റർ ബൈ എ ന്യൂ വൺ. ഹാഡ് കണ്ടതുകൊണ്ട് ഇതിന് പാസ്റ്റ് മീനിങ് ആണ് എന്നും കരുതരുത്. പ്രസന്റിലും ഫ്യൂച്ചറിലും ഉള്ള അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെമി മോഡൽ വെർബാണ് ഹാഡ് ബെറ്റർ. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഇതൊന്നും എക്സാക്ട്ലി ഇതേപോലെ പദാനുപദം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഇതേ മീനിങ് വരുന്ന രീതിയിൽ ഇതെങ്ങനെ പറയാം അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരേ സെന്റൻസ് തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന സ്ട്രക്ചേഴ്സ് അത് ഏതുപയോഗിച്ചും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഇത് ചെയ്യുന്നതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായും സംശയങ്ങൾ ചോദിക്കാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.